വാർത്തകൾ നിരന്തരം കാണുന്ന ആളുകളാണോ നിങ്ങൾ? ഈ കാണുന്ന വാർത്തകളൊക്കെ സത്യമാണോ എന്ന് എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയുന്നത്? അതൊക്കെ പോട്ടെ, ഇത്രയധികം മീഡിയ ഹൗസുകൾ നമ്മുടെ ചുറ്റിലും ഉണ്ടായിട്ടും നമ്മൾ അറിയാതെ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ നമ്മളെ അറിയിക്കാത്ത വാർത്തകളെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ? വാരവിചാരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രോഗ്രാം ആദ്യമായി കാണുന്നവരോട് വാരവിചാരം ഒരു ശ്രമമാണ്. മാധ്യമ സാക്ഷരതയുള്ള സമൂഹമാണെന്ന് നാം സ്വയം അവകാശപ്പെടുമ്പോഴും അസത്യങ്ങളും അർദ്ധസത്യങ്ങളും വ്യാജ പ്രതീതികളും പൊതുമണ്ഡലത്തിലേക്ക് തുറന്നുവിടുന്ന മാധ്യമങ്ങളെ തുറന്നു കാണിക്കാനുള്ള ശ്രമം. മാധ്യമങ്ങൾ മൂടിവെച്ച മുക്കിക്കളഞ്ഞ ഓരോ ആഴ്ചയിലെയും സുപ്രധാനമായ വാർത്തകളെ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം. തങ്ങളൊഴികെ മറ്റെല്ലാത്തിനെയും നിരന്തരം ഇങ്ങനെ ഓഡിറ്റ് ചെയ്യുന്ന മാധ്യമങ്ങളെ അവരെ അങ്ങോട്ട് തിരിച്ച് മാധ്യമങ്ങളെ ഓഡിറ്റ് ചെയ്യാനുള്ള ശ്രമം. വാരവിചാരത്തിലേക്ക് ദ വീക്ക്ലി മീഡിയ ഓട്ടോപ്സിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ, അതായത് മെയ് ആദ്യ വാരത്തിൽ മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുഖ്യ വാർത്തകളും ചില പ്രത്യേക റിപ്പോർട്ടിങ്ങുകളൊക്കെയാണ് ഞാൻ ഈ വാരവിചാരത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മുഖ്യ വാർത്താ സെഗ്മെന്റിലേക്ക് കടക്കും മുൻപ് കഴിഞ്ഞ ആഴ്ചയിലെ മാധ്യമ റിപ്പോർട്ടിങ്ങുകളിൽ എനിക്ക് വ്യക്തിപരമായി പരമപുച്ഛം തോന്നിയ ഒരു വിഷയത്തിൽ നിന്നും ഈ ആഴ്ചത്തെ വാരവിചാരം തുടങ്ങുകയാണ്. മാധ്യമ ലോകത്തെ സംബന്ധിച്ചും മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഈ കഴിഞ്ഞ മെയ് 3, വേൾഡ് പ്രസ് ഫ്രീഡം ഡേ അഥവാ ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം. ഈ ദിവസവുമായി ബന്ധപ്പെട്ട് RSF എന്ന ഓർഗനൈസേഷൻ ലോകത്തിലെ 180 രാജ്യങ്ങളുടെ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട റാങ്കിംഗ് പുറത്തുവിടാറുണ്ട്. പുറത്തു വന്ന ഈ പുതിയ റാങ്കിംഗ് പ്രകാരം 180 രാജ്യങ്ങളിൽ 157 സ്ഥാനത്താണ് ഇന്ത്യ. തൊട്ട് മുമ്പത്തെ വർഷം 2025 നമ്മൾ 151 സ്ഥാനത്തായിരുന്നു. 10 വർഷം മുൻപ് നമ്മൾ 131 സ്ഥാനത്തായിരുന്നു. ഇതാണ് യാഥാർത്ഥ്യം. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുന്ന, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ മാധ്യമപ്രവർത്തകർ ജയിലിലടയ്ക്കപ്പെടുന്ന രാജ്യമാണ് നിർഭാഗ്യവശാൽ ഇന്ത്യ. ബംഗ്ലാദേശിനും പാകിസ്ഥാനും ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയ്ക്കുമൊക്കെ താഴേക്ക് മാധ്യമ സ്വാതന്ത്ര്യ റാങ്കിങ്ങിൽ കൂപ്പുകുത്തിയ ഇന്ത്യയെ പറ്റിയുള്ള കഴിഞ്ഞ ആഴ്ചയിലെ വാർത്ത, അല്ലെങ്കിൽ മെയ് 3 ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിലെ വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. ഒന്നാമത്തെ ചാനൽ ന്യൂസ് മലയാളം 24/7 ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള അവസ്ഥയെ പറ്റിയൊന്നും പറയാതെ, RSFിൻ്റെ ഈ പുതിയ റിപ്പോർട്ടിനെ പറ്റിയൊന്നും പരാമർശിക്കാതെ, പലപ്പോഴും അറപ്പുളവാക്കും വിധം കൊഞ്ചൽ കലർന്ന ഭാഷയിൽ മോർണിംഗ് ഷോ ചെയ്യുന്ന പതിവ് പോലെ മോർണിംഗ് ഷോ ചെയ്യുന്ന അവതാരക എന്തോ പൈങ്കിളി വാർത്ത റിപ്പോർട്ട് ചെയ്യും പോലെ എന്തൊക്കെയോ പറഞ്ഞെന്ന് വരുത്തി തീർത്തു. 2026 മെയ് 3 ഓരോ ദിവസത്തിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ഒരു പ്രത്യേകത പറഞ്ഞ ചിരിദിനമാണെന്ന്. ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമാണ്, അഥവാ വേൾഡ് പ്രസ് ഫ്രീഡം ഡേ ആണ് കേട്ടോ. ഇന്ന് പത്രവും റേഡിയോയും തകർക്കപ്പെടുന്നത് സാധാരണക്കാരന്റെ അറിയാനുള്ള അവകാശമല്ലേ? എല്ലാ മാധ്യമ പ്രവർത്തകർക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിന ആശംസയ്ക്ക് നന്ദി. റിപ്പോർട്ടർ ചാനലും മോർണിംഗ് ഷോയിലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം പത്രസ്വാതന്ത്ര്യത്തിൻ്റെ, മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഏണിപ്പടികളിൽ നിന്ന് താഴേക്കിറങ്ങിയ ദിനം കൂടിയാണ്. റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് എന്ന സംഘടനയുടെ കണക്ക് പ്രകാരം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പത്രസ്വാതന്ത്ര്യത്തിൻ്റെ ഇൻഡെക്സ് പ്രകാരമുള്ള റാങ്കിംഗ് നമ്മളിപ്പോൾ 157 സ്ഥാനത്താണ്. അതെ, അരുൺ കുമാർ ഈ വിഷയത്തിൽ ഇന്ത്യയുടെ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥയെ പറ്റിയും RSFിൻ്റെ റാങ്കിങ്ങിനെ പറ്റിയൊക്കെ കൃത്യമായിട്ട് തന്നെ പരാമർശിച്ചു. എന്നാൽ മറ്റ് സ്പെഷ്യൽ റിപ്പോർട്ടുകളോ ഇതുമായി ബന്ധപ്പെട്ട വേറെ സ്റ്റോറികളോ ഒന്നും റിപ്പോർട്ടർ ചാനൽ കൊടുത്തില്ല. നമ്മൾ 157 പടിക്കെട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് ഭീതിയോടുകൂടിയാണെങ്കിലും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. ടെൻഷൻ അടിപ്പിക്കാൻ പറഞ്ഞതല്ല, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. അതെ, ടെൻഷൻ ഒന്നും അടിക്കണ്ട. എല്ലാവരും നല്ല ചില്ലായിട്ട്, നല്ല കൂളായിട്ടിരിക്കും. പറ്റെങ്കിൽ പോയിട്ട് മറ്റേ ജംഗ്ലി റമ്മി കളിക്ക്. ഞാനിത് പറയുമ്പോൾ പലരും ആലോചിക്കുന്നുണ്ടാവും, ഇതൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ പോരെ, വെറുതെ വലിച്ചു നീട്ടി ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മാധ്യമപ്രവർത്തകർ അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള പ്രത്യേക ദിവസത്തിൽ, അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന ദിവസം മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നൊരു വാർത്തയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അത് ഒരു മോർണിംഗ് ഷോ കൊഞ്ചലിലോ അല്ലെങ്കിൽ ഒരു മോർണിംഗ് ഷോ വൈബിലോ അങ്ങനെ പറഞ്ഞു പോയി തീർക്കേണ്ട ഒരു സംഭവമാണോ? ഭരണകൂടത്തെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ ഇന്ത്യയിൽ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുന്ന, മാധ്യമ സ്ഥാപനങ്ങളിൽ റെയ്ഡുകൾ നടത്തുന്ന, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലും നിരന്തരം പൂട്ടിക്കുന്ന ഒരു രാജ്യത്ത്, നിർഭാഗ്യവശാൽ അങ്ങനെയുള്ള രാജ്യത്ത് അതിനെപ്പറ്റി, മാധ്യമപ്രവർത്തക സ്വാതന്ത്ര്യത്തെപ്പറ്റി ഒരു മാധ്യമ സ്ഥാപനം പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് പറയേണ്ടത്? ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റെങ്കിലും സമയം ചെലവിട്ട് ഇതുപോലെ ഇന്ത്യയിൽ ഭരണകൂട ഭീകരത നേരിട്ട ഏതെങ്കിലും മാധ്യമ പ്രവർത്തകനെയോ സ്ഥാപനത്തെയോ ഒരു ഫോണിൽ വിളിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു ബൈറ്റ് എടുത്ത് ഒരു സ്പെഷ്യൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ എന്ത് സംഭവിച്ചു എന്ന് അതെങ്കിലും റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ? ബേസിക് റിപ്പോർട്ടുകൾ ചെയ്യേണ്ടതല്ലേ?
ആ സ്ഥാനത്താണ് ഇതുപോലുള്ള നാടകങ്ങൾ. നമുക്കിനി ബിഗ് ടി വിയും 24 ന്യൂസും ഇതേ വിഷയത്തിൽ എടുത്ത സ്റ്റാൻഡ് കൂടെ നമുക്ക് കാണാം. എന്നിട്ട് നമുക്ക് മറ്റേ മുഖ്യ വാർത്താ സെഗ്മെന്റിലേക്ക് പോകാം. 24 ന്യൂസ് ഈ വിഷയം കൈകാര്യം ചെയ്തത് മറ്റൊരു രീതിയിലാണ്. 1 മിനിറ്റും 27 സെക്കൻഡും മാത്രം ദൈർഘ്യമുള്ള അവരുടെ ഇതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 157 ഈ വർഷം എന്നുള്ള കാര്യം അവർ തുറന്നു പറഞ്ഞു. എന്നാൽ തൊട്ട് മുമ്പത്തെ വർഷം അത് 151 ആയിരുന്നാണെന്നും ആ അവസ്ഥയിൽ നിന്നാണ് ഈ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയത് എന്നുള്ള കാര്യം സൗകര്യപൂർവ്വം അവർ മറച്ചുവെച്ചു. 1.5 മിനിറ്റിലെ ഈ റിപ്പോർട്ടിൽ ഇന്ത്യയെ പറ്റിയോ ഇന്ത്യൻ മാധ്യമ സാഹചര്യത്തെ പറ്റിയോ ഒന്നും പറയാതെ ഇന്ത്യൻ യൂണിയൻ ഗവൺമെന്റിനെ ഒരു തൂവൽ കൊണ്ടുപോലും നോവിക്കാതിരിക്കാൻ ശ്രീകണ്ഠൻ നായരും 24 ന്യൂസും കഴിയുന്നത്ര ശ്രമിച്ചു. വേൾഡ് പ്രസ് ഫ്രീഡം ഡേ വിശദമായി റിപ്പോർട്ട് ചെയ്ത് കണ്ടത് ബിഗ് ടി വിയിലാണ്. കൊള്ളാലോ, അവരെങ്കിലും ഇത് പറഞ്ഞല്ലോ എന്നിങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് ഇത് കാണുന്നത്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ മാധ്യമ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ കോർപ്പറേറ്റ് കടന്നുകയറ്റത്തെക്കുറിച്ച് കൂടെ നമുക്ക് പറയാതെ മുന്നോട്ട് പോകാനാവില്ല. ഈ കോർപ്പറേറ്റ് കടന്നുകയറ്റത്തെക്കുറിച്ച് കൂടെ നമുക്ക് പറയാതെ മുന്നോട്ട് പോകാനാവില്ല. ബിഗ് ടി വിയുടെ കോർപ്പറേറ്റ് ഇടപെടൽ ക്ലാസ് എടുപ്പ് കൂടെ കണ്ടപ്പോൾ ഞാൻ ഈ മെയ് 3 ലോക മാധ്യമ സ്വാതന്ത്ര്യദിന വാർത്തകൾ കാണുന്നത് നിർത്തി. TV ഓഫാക്കി കുറച്ചു നേരം ഫോണിൽ പാമ്പ് ആപ്പിൾ തിന്നുന്ന ഗെയിം കളിച്ചു. നമുക്കിനി പ്രധാനപ്പെട്ട അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയ ശ്രീ ജോസഫ് വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം ചൊല്ലിയതിനെ സംബന്ധിച്ച് ഒരു വിവാദം ഉണ്ടായതൊക്കെ പലരും അറിഞ്ഞു കാണും. അത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ ആ വാർത്തയല്ല വന്ദേ മാതരത്തെ സംബന്ധിച്ച് 2 പ്രധാനപ്പെട്ട വാർത്തകൾ മലയാള മാധ്യമങ്ങൾ മുക്കിയത് പലരും അറിഞ്ഞു കാണാൻ വഴിയില്ല. അതിലൊന്നാമത്തെ വാർത്ത ഇതാണ്. ഇക്കഴിഞ്ഞ ജനുവരി 28 കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്കായി ഒരു പ്രോട്ടോകോൾ പുറത്തിറക്കി. ഇനി മുതൽ എല്ലാ ഒഫീഷ്യൽ ചടങ്ങുകളിലും സ്കൂളുകളിലുമൊക്കെ ദേശീയഗാനം ആലപിക്കുന്നതിന് മുൻപ് വന്ദേ മാതരം ആലപിക്കണം എന്നതാണ് ആ പ്രോട്ടോകോളിൽ ഗൈഡ് ലൈൻസിൽ പറയുന്നത്. ഇത് ജനുവരിയിലെ വാർത്തയല്ലേ? ആ വാർത്തയും കഴിഞ്ഞയാഴ്ച മാധ്യമങ്ങൾ മുക്കിയ വാർത്തകളുമായി എന്ത് ബന്ധം എന്നല്ലേ? അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. എന്നാൽ അതിലേക്ക് വരും മുൻപ് ഈ ജനുവരി 28 കേന്ദ്ര ഗവൺമെന്റ് പ്രോട്ടോകോളിനെ പറ്റി, വന്ദേ മാതരത്തെ സംബന്ധിച്ച പ്രോട്ടോകോളിനെ പറ്റി കാര്യമായിട്ട് തന്നെ പറയേണ്ടതുണ്ട്. നിങ്ങളിൽ പലർക്കും അറിയുന്നത് പോലെ തന്നെ ബങ്കിം ചന്ദ്ര ചാറ്റർജി തൻ്റെ ആനന്ദമഠം എന്ന നോവലിൽ ഉൾക്കൊള്ളിച്ച ഒരു ഗാനമായിരുന്നു ഈ വന്ദേ മാതരം എന്ന ഗാനം. ഈ വന്ദേ മാതരത്തിന് മൊത്തത്തിൽ 6 സ്റ്റാൻസകളുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇത്രയും കാലം നമ്മൾ ആലപിച്ചിരുന്നത് ഈ വന്ദേ മാതരത്തിലെ ആദ്യത്തെ 2 സ്റ്റാൻസകൾ മാത്രമാണ്. അതിന് ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കാരണവുമുണ്ട്. സെക്യുലർ റിപ്പബ്ലിക്കായ വൈവിധ്യമാർന്ന ഇന്ത്യ പോലൊരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിന്റെ ബഹുശ്രദ്ധയ്ക്ക് ചേർന്ന വരികളല്ല വന്ദേ മാതരത്തിലെ ആദ്യത്തെ 2 സ്റ്റാൻസ കഴിഞ്ഞ് പിന്നീട് വരുന്ന വരികൾ. ചുരുക്കത്തിൽ ഇന്ത്യൻ സെക്യുലറിസത്തിന് ഭീഷണിയായതുകൊണ്ട് ഒഴിവാക്കി മാറ്റിവെച്ചിരുന്ന ആ വരികൾ ഇനി മുതൽ നിർബന്ധമായും എല്ലാ ഒഫീഷ്യൽ ചടങ്ങുകളിലും ദേശീയ ഗാനത്തിന് മുൻപ് ആലപിക്കണം എന്നതാണ് സർക്കാരിൻ്റെ ഈ പുതിയ പ്രോട്ടോകോൾ. ഇത്രയും കാലം നമ്മുടെ രാജ്യം ഒഴിവാക്കി മാറ്റിവെച്ചിരുന്ന വന്ദേ മാതരത്തിലെ വരികളുടെ ചില സാമ്പിളുകൾ ഞാൻ ഇപ്പോൾ വായിക്കാം. നീയേ ദുർഗ, നീ തന്നെ ദേവിയും രാജ്ഞിയും, നിഗ്രഹദാഹിയായി കരങ്ങളിൽ തിളങ്ങും വാളുകൾ, നീയേ ലക്ഷ്മി പത്മസിംഹാസന വാസിനി, നീ തന്നെ ശതരാഗഭാഷിണി സരസ്വതി വാണി ദേവി, പരിശുദ്ധേ പരിപൂർണേ അതുല്യേ അമ്മേ ചെവി കൊള്ളുകണേ. ഇനി പറയാൻ പോകുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞയാഴ്ച മലയാളത്തിലെ മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങൾ മുക്കിയ വാർത്ത. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണേഴ്സ് ആക്ട് എന്നൊരു നിയമമുണ്ട് ഇന്ത്യയിൽ. ദേശീയ പതാകയെയോ ദേശീയ ഗാനത്തെയോ ഭരണഘടനയോ ഒക്കെ അവഹേളിച്ചാൽ, അനാദരവ് കാണിച്ചാൽ ക്രിമിനൽ കേസ് എടുക്കാം എന്നുള്ളതാണ് നിയമം. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഇക്കഴിഞ്ഞ മെയ് 6 കേന്ദ്ര ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് ഒരു സുപ്രധാനമായ തീരുമാനത്തിലേക്ക് കടക്കുകയാണത്രേ. ദേശീയ ഗാനം, ദേശീയ പതാക എന്ന ലിസ്റ്റിൽ ഇനി മുതൽ വന്ദേ മാതരവും ഉണ്ടാകും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫുള്ളായിട്ടുള്ള ആ വന്ദേ മാതരം. ഏതൊരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചും വളരെ പ്രധാനമായ ഈ വാർത്ത ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും മലയാള മാധ്യമങ്ങൾ ഈ വാർത്ത അറിഞ്ഞ മട്ട് കാണിച്ചില്ല. ചുരുക്കത്തിൽ ദേശഭക്തി ഗാനത്തിൽ കൂട്ടിച്ചേർത്ത ഹിന്ദുത്വ അജണ്ട അനുസരിക്കാത്തവർ, ബഹുമാനിക്കാത്തവർ ഇന്ത്യയിൽ ഇനി മുതൽ ക്രിമിനലാകും എന്ന വളരെ പ്രധാനമായ ആ വാർത്ത മലയാള മാധ്യമങ്ങൾ കൂട്ടത്തോടെ മുക്കി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ രൂപവും ഘടനയും മാറി വരാൻ പോവുകയാണെന്നുള്ള വാർത്ത നിങ്ങളിൽ പലരും അറിഞ്ഞു കാണും. ഈ രൂപവും ഘടനയും മാറ്റാനുള്ള തീരുമാനം എടുത്തതിന് ശേഷം ഈ കഴിഞ്ഞയാഴ്ച ഒരു റിപ്പോർട്ട് ഇതിനെപ്പറ്റി പുറത്തു വന്നിട്ടുണ്ട്. ആശങ്കപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന ആ റിപ്പോർട്ടിനെ പറ്റിയുള്ള വാർത്തയും മുഖ്യധാര കോലുപിടുത്തക്കാർ മുക്കി. കഴിഞ്ഞ വർഷത്തേക്കാൾ തൊഴിലുറപ്പിലെ തൊഴിൽ ദിനങ്ങൾ 40.5% ഇന്ത്യയിൽ കുറഞ്ഞു എന്നതാണ് പുതിയ റിപ്പോർട്ടിലുള്ളത്. ഞാനിങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ ഗ്രാവിറ്റി നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. 50 ലക്ഷം തൊഴിൽ ദിനങ്ങൾ കേരളത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഈ കഴിഞ്ഞ മാസം ഏപ്രിലിൽ കേരളത്തിന് കിട്ടിയത് വെറും 14.63 ലക്ഷം തൊഴിൽ ദിനങ്ങൾ മാത്രമാണ്. പുതിയ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ക്രമീകരണത്തിന്റെ ഭാഗമായി തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിലാളികളെ സംബന്ധിക്കുന്ന വാർത്ത
നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ സംബന്ധിക്കുന്ന വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ മുന്നിൽ നിന്നും ബോധപൂർവം തന്നെ മറച്ചുവെച്ചു. ഈ വാർത്തയ്ക്ക് ആധാരമായ റിപ്പോർട്ട് പുറത്തു വന്നത് മെയ് 8-നാണ്. മെയ് 9 മനോരമ പത്രവും മാതൃഭൂമിയും മാധ്യമവും ഞാൻ എടുത്ത് വായിച്ചു നോക്കി. അവരൊന്നും ഈ വാർത്ത അറിഞ്ഞ ഭാവം കാണിച്ചില്ല. ഇവരൊന്നും കൊടുത്തില്ലെങ്കിലും ദേശാഭിമാനി പത്രം കൊടുത്തു കാണുമെന്ന പ്രതീക്ഷയോടെ മെയ് 9 ദേശാഭിമാനി ഞാൻ എടുത്ത് നോക്കി. പക്ഷേ നിരാശയായിരുന്നു ഫലം. ദേശാഭിമാനി പത്രവും ഈ വാർത്ത കൊടുത്തില്ല. മാതൃഭൂമിയുടെ ഓൺലൈനും ദ ഹിന്ദു പത്രം മാത്രമാണ് ഈ വാർത്ത കൊടുത്തത്. ഇക്കഴിഞ്ഞ മെയ് 7 ഒരു റിപ്പോർട്ട്, നീതി ആയോഗിന്റെ റിപ്പോർട്ട് പുറത്തു വന്നു. സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന് തുടങ്ങുന്ന ആ റിപ്പോർട്ടിൽ നിരവധിയായ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ 1 ലക്ഷത്തോളം സർക്കാർ സ്കൂളുകൾ പൂട്ടിയെന്നതാണ്. 1,20,000 സർക്കാർ സ്കൂളുകളിൽ ഇനിയും വൈദ്യുതി എത്തിയിട്ടില്ല. 61,540 സർക്കാർ സ്കൂളുകളിൽ ഇപ്പോഴും ടോയ്ലറ്റ് ഇല്ല. കുടിവെള്ളം പോലും ലഭ്യമല്ലാത്ത 14,000-ലധികം സ്കൂളുകൾ ഇന്ത്യയിലുണ്ട്. ഈ റിപ്പോർട്ട് ആകെ മൊത്തം എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിന്റെ റാങ്കിംഗ് അല്ലെങ്കിൽ കേരളത്തിന്റെ ഇത്തരം സൂചികകളിലുള്ള കേരളത്തിന്റെ മുന്നേറ്റം വളരെ പ്രകടമാണ്. മലയാളി എന്ന നിലയിലും ഇന്ത്യൻ പൗരൻ എന്ന നിലയിലുമൊക്കെ എങ്ങനെ നോക്കിയാലും വളരെ വാർത്താ പ്രാധാന്യമുള്ള ഒരു വാർത്ത ആയിട്ട് പോലും നമ്മുടെ മാധ്യമങ്ങൾ ഈ വാർത്തയും മുക്കി. കഴിഞ്ഞ വാരം മലയാള മാധ്യമങ്ങൾ മുക്കിയ വാർത്തകൾ വേറെയുമുണ്ട്. റിലയൻസ് മുതലാളി അനിൽ അംബാനിക്കെതിരെ ഉയർന്നു വന്ന 27,000 കോടി രൂപയുടെ ബാങ്ക് തട്ടിപ്പ് കേസും അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളുമെല്ലാം കഴിഞ്ഞയാഴ്ചയിലെ മുഖ്യധാരക്കാർ മുക്കിയ വാർത്തകളിൽ ചിലതാണ്. അവസാനമായി ഈ ആഴ്ചത്തെ വാരവിചാരത്തിന് ഒരു പ്രത്യേക ആശംസ അറിയിക്കാനുണ്ട്. അമ്മ മലയാളം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ദൃശ്യമാധ്യമ പുരസ്കാരം നേടിയ റിപ്പോർട്ടർ ചാനലിലെ എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാടിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സ്മൃതിയോടൊപ്പം ഈ അമ്മ മലയാളം പുരസ്കാരങ്ങൾ നേടിയ വേറെയും 2 ആൾക്കാരുണ്ട്. അതാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3 പേർക്കാണ് അമ്മ മലയാളം ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ വർഷത്തെ പുരസ്കാരം. ഇത് നോർമൽ അമ്മയാണ്. അപ്പോൾ 3 പേർക്കാണ് 3 പേർക്കാണ് അമ്മ മലയാളം ഈ വർഷത്തെ അവാർഡുകൾ പ്രഖ്യാപിച്ചത്. അതിലത്തെ ഒന്നാമത്തെ അവാർഡ് എന്ന് പറയുന്നത് അക്ഷരസൂര്യൻ പുരസ്കാരമാണ്. BJP നേതാവായ PS ശ്രീധരൻപിള്ളയ്ക്കാണ് അമ്മ മലയാളത്തിന്റെ അക്ഷരസൂര്യൻ പുരസ്കാരം ലഭിച്ചത്. സ്മൃതിയോടൊപ്പം അമ്മ മലയാളം മാധ്യമ പുരസ്കാരം നേടിയ മറ്റേയാൾ ജന്മഭൂമി സീനിയർ ന്യൂസ് എഡിറ്റർ KD ഹരികുമാറാണ്. നിസ്തുലമായ സേവനത്തിന് സംഘപരിവാർ NGOയുടെ അവാർഡ് വാങ്ങിച്ചിട്ടാണെങ്കിലും ഇനിയെങ്കിലും നാക്കുളുക്കാതെ മലയാളം സംസാരിക്കാൻ സ്മൃതി പരുത്തിക്കാടിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ വാരവിചാരം അവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത വാരം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.